നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അയ്യോ, ആരെങ്കിലും ഇതൊന്ന് തുറക്കോ? ആരാ? അച്ഛനാ. സ്പീക്കറിലിട്. പറയച്ചാ. ഗൗതം, എന്തായി? വിവാഹം നടക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടുപിടിച്ചോ? ഇല്ലച്ചാ, ഇതിനിടയിൽ ഒരു അബദ്ധം പറ്റി. എന്താ മോനെ, എന്താ പറ്റിയത്? ഞങ്ങൾ ഫോളോ ചെയ്യുന്ന കാര്യം അമ്മയ്ക്ക് മനസ്സിലായി. അയ്യോ എന്റെ ദൈവമേ. അച്ഛാ, ആന്റി ഞങ്ങളെ രണ്ടുപേരെയും വഴിതെറ്റിച്ച് വേറൊരു അമ്പലത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഒരു മുറിയിലിട്ട് ഞങ്ങളെ പൂട്ടുകയും ചെയ്തു. ദൈവമേ, വസുരത്തെ ഭ്രാന്ത് പിടിച്ചോ? അവളെന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? നിക്കു പാറു, ഞാൻ ചോദിക്കാം. മോളെ, വസു ഇപ്പൊ എവിടെയുണ്ട്? ആന്റി ഇവിടുന്ന് വിവാഹം നടക്കുന്ന അമ്പലത്തിലേക്ക് പോയി. എവിടെ വെച്ചാ വിവാഹം എന്നെങ്ങാനും വസു പറഞ്ഞോ? അമ്മ അത് പറയുവോ? ഏതോ അമ്പലത്തിൽ വെച്ചാണ് വിവാഹം എന്നുള്ള കാര്യം ഉറപ്പാ. വസുവിന്റെ സ്വഭാവം നിനക്ക് അറിയാലോ. കുറച്ചുകൂടി കെയർഫുൾ ആകേണ്ടതായിരുന്നു മോനെ. അത് പോട്ടെ, നിങ്ങളിപ്പോ ഏത് അമ്പലത്തിലാണ് ഉള്ളതെന്ന് പറ. ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ടേക്ക് വരാം. അതിപ്പോ പ്രാക്ടിക്കലാണെന്ന് തോന്നുന്നില്ല അച്ഛാ. ഇത് കുറച്ച് ദൂരെയാണ്. നിങ്ങൾ എത്തുമ്പോഴേക്കും സമയം വൈകും. അതിനു മുമ്പേ ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങിയേ പറ്റൂ. എങ്ങനെ ഇറങ്ങും? മുറിയിലിട്ട് പൂട്ടിന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? മോനെ, എങ്ങനെയെങ്കിലും ഈ കല്യാണം നടക്കാതെ നോക്കിയേ പറ്റൂ മോനെ. ഇനിയിപ്പോ സമയമില്ലല്ലോ എന്റെ ദൈവമേ. പാറു, വെറുതെ സംസാരിച്ച സമയം കളയണ്ട. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്കട്ടെ. അച്ഛാ, ഫോൺ വയ്ക്കേ. ഇറങ്ങിയ ഉടനെ അച്ഛനെ അങ്ങോട്ട് വിളിക്കാം. ടെൻഷൻ ആവാതിരിക്കും നിങ്ങൾ. ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള വഴി നോക്കട്ടെ ഞങ്ങള്. ശരി. എന്ത് കോപേട്ടൊരു വഴി. ഗൗതം, എങ്ങനെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. ഹലോ, ആരെങ്കിലും അവിടെ ഉണ്ടോ? ഇതിനകത്ത് ആളുണ്ട്. ഒന്ന് തുറന്നു തരുമോ? പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തുറന്നു തരുമോ? ഞാൻ എന്റെ ജീവിതത്തിൽ വിവാഹം കഴിക്കുകയും ചെയ്യും. എന്റെ കഴുത്തിൽ താലി കിട്ടുന്നത് പ്രണവായിരിക്കുകയും ചെയ്യും. ശിവാനി, വേണ്ട. ആ ആഗ്രഹം ഉപേക്ഷിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. പുതുമണവാളുടെ മണവാട്ടി എന്താ ഇങ്ങനെ ടെൻഷനിലിരിക്കുന്നത്? ഹാപ്പി ആയിട്ടിരിക്കുന്നേ. ഇനി ഒരു അരമണിക്കൂറിനകം ഭാര്യ ഭർത്താക്കന്മാരാവേണ്ടവരാ നിങ്ങള്. സന്തോഷോട്ടിരിക്കുന്നേ. പിന്നല്ലാതെ. ആരെയാ വിളിക്കുന്നേ? വസുന്ധരേന്റെ ഒന്ന് വിളിക്കാന്ന് കരുതി. ശിവാനി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന അതോടെ നിധി അങ്ങ് പുറത്താകുമെന്നാണോ? ഈ ജന്മത്ത് നടക്കാൻ പോകുന്നില്ല വസു. അത് അമ്മയോട് മര്യാദക്ക് ഞാൻ പറയുക. ആ കല്യാണം നിർത്താൻ പറ്റൂല്ലയോ? നാളെ ശിവാനിയുടെ കഴുത്തിൽ പ്രണവ് താലി കെട്ടിയാൽ പിന്നെ ഞാൻ നിങ്ങളുടെ മകനല്ല. ശിവാനി, പറയൂ, എവിടം വരെ എത്തി നിങ്ങള്? ഞങ്ങള് വന്നോണ്ടിരിക്കുക ആന്റി. ഞാനിപ്പോ അമ്പലത്തിലെത്തും. ആന്റി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ ശിവാനി? ആന്റി, എനിക്കൊരു പേടി. ആ ഗൗതവും നിധിയും ഞങ്ങളുടെ കല്യാണം മുടക്കാനായിട്ട് അമ്പലത്തിലേക്ക് വരുമോ?
ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് ശിവാനി ടെൻഷൻ ആവണ്ട. ഇനിയിപ്പോ നമ്മൾ തന്നെ നിധിയെ വിളിച്ച് നീ കല്യാണത്തിന് പങ്കെടുക്കണമെന്ന് പറഞ്ഞാൽ പോലും നിധിക്കോ ഗൗതമനോ വരാൻ പറ്റില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? കല്യാണം എവിടെ വെച്ചാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഗൗതമും നിധിയും എന്റെ കാറിനെ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. തന്ത്രപൂർവം ഞാൻ അവരെ വേറൊരു സ്ഥലത്തെത്തിച്ചു. എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്നറിയോ? സത്യമാണോ ആന്റി? ഇനി ആ മുറിയിൽ നിന്നും നിധിയും ഗൗതമും പുറത്തിറങ്ങണമെങ്കിൽ സാക്ഷാൽ ദൈവം തമ്പുരാനായിട്ട് ആരെങ്കിലും അവിടെ എത്തിച്ച് കതക് തുറന്നു കൊടുക്കണം. ദേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ ആവാതെ വേഗം അമ്പലത്തിലേക്ക് എത്താൻ നോക്ക്. മുഹൂർത്തത്തിന് തന്നെ വിവാഹം നടത്തണം. ആ ശരി. ശരി. എന്താ ആന്റി എന്ന് പറഞ്ഞു? സന്തോഷമാണല്ലോ മോത്. വസുന്ധരാന്റി ഗൗതമനെ നിധി ഏതോ മുറിയിലിട്ട് പൂട്ടി. ആഹാ. ഇനി അവര് തലകുത്തി മറിഞ്ഞാലും നമ്മുടെ വിവാഹം മുടക്കാൻ അവർക്ക് വരാൻ പറ്റില്ല. അതാണ് വസുന്ധര. വല്ലാത്ത ബുദ്ധിയാണ്. ഒരു കാര്യം വസുന്ധര തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. അനുഭവസ്ഥനാ ഞാൻ. ഇനി നിങ്ങളുടെ വിവാഹം മുടക്കാൻ ഒരാളും വരാൻ പോകുന്നില്ല. വിവാഹം നടന്നിരിക്കും. ഹലോ ഹലോ, ഒന്ന് തുറക്ക. അതെ, ഒന്ന് തുറക്ക്. ഞങ്ങൾ പറയുന്നത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഒന്നിങ്ങോട്ട് വരുവോ? ഹലോ, ഈ കഥ ഒന്ന് തുറക്കോ? ആരെങ്കിലും ഒന്ന് തുറക്ക്. ഇത് എത്രയും വേഗം ചേച്ചിക്ക് അയച്ചു കൊടുക്കാം. ഈ കഥ ഒന്ന് തുറക്കോ? ആരെങ്കിലും ഒന്ന് തുറക്ക്. ദൈവമേ, വിളിച്ച് വിളിച്ച് തൊണ്ടയിലെ വെള്ളം പറ്റി. ഇനിയിപ്പോ എന്ത് ചെയ്യും ഗൗതം? ടെൻഷൻ ആവാതിരിക്കുക, എന്തെങ്കിലും ഒരു വഴി നോക്കാം. ആരും വന്ന് വാതിൽ തുറന്നു വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. നിഖിലിന്റെ മെസ്സേജാ. അവൻ അമ്മയുടെ ലൈവ് ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്.